UDFിൻ്റെ തിളക്കമാർന്ന വിജയത്തിൽ തിളങ്ങി നിൽക്കേണ്ട ഒരാളാണിപ്പോൾ അണിയറയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, വളരെ ശോകത്തോടുകൂടി. രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയൊരു പ്രതാപകാലം കിട്ടുമോ? അല്ല, രാഹുൽ മാങ്കൂട്ടം ശരിയും തെറ്റുമാണ്. ഞാൻ ആദ്യം ശരി എന്ന് എന്താ പറയുക, ഈ പുതിയ പിള്ളേരുണ്ടല്ലോ, പൂക്കികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സതീശനെയൊക്കെ ആഘോഷിച്ച് നടക്കുന്ന അടുത്ത കാലം വരെ പിണറായി വിജയൻ്റെ തഗ് ഡയലോഗുകളൊക്കെ കണ്ട് കുളിമോയി കൊണ്ടിട്ടുള്ളത്. അവരുടെ ആറ്റിറ്റ്യൂഡാണ്. അവരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും രാഹുൽ ഈശ്വറാണെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നത്. അവരുടെ സെൻസിബിലിറ്റി വ്യത്യസ്തമാണ്. അവർ നിങ്ങളൊരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റ് ചെയ്തെന്ന് വെച്ചാൽ 2 പെൺകുട്ടിയുടെ ഡേറ്റ് ചെയ്ത് 3 പെൺകുട്ടിയുടെ ഡേറ്റ് ചെയ്ത് അവർക്ക് പ്രശ്നമുണ്ട്. അതൊക്കെ വളരെ സൗകര്യം. അത് ബ്രേക്കപ്പ് ആയാൽ അവരത് ആഘോഷിക്കും. അതാണ് ഈ പുതിയ കുട്ടികൾ. അവർക്ക് വളരെയധികം വെസ്റ്റേണൈസ്ഡ് ആണ്. അവർക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല. പിന്നെ ഏതേ പെൺകുട്ടീനോട് ഇഷ്ടം തോന്നിയാൽ പ്രിയദർശൻ്റെ സിനിമ പോലെ ബാംഗ്ലൂർ സിറ്റി ട്രാഫിക് ഒക്കെ ബ്ലോക്കാക്കി ഡാൻസ് ചെയ്യുന്ന സ്വഭാവം അവർക്കില്ല. അപ്പം പുതിയ പിള്ളേർ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അന്തപ്പുണ്ണ് എന്ന് പറഞ്ഞ് ഡാൻസ് തമിഴന്മാരെ മലയാളികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? കാണില്ല. മറ്റേത് കവിളിണയിൽ കുങ്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയദർശൻ ബാംഗ്ലൂർ സിറ്റി മൊത്തം ബ്ലോക്കാക്കുകയായിരുന്നു. അപ്പം അതില്ല. അതാണ് ഈ പുതിയ കുട്ടികൾ. അപ്പോൾ അവർക്ക് ഇതൊന്നും മാത്രമല്ല, അവരൊന്നും ആഴത്തിൽ അവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അന്നപ്പോൾ കാര്യം നടന്നു പോയാൽ മതി. ഇതിൻ്റെ അതിനെന്തിൻ്റെ ഒരു ഹിസ്റ്ററിയോ സോഷ്യോളജിയോ ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യവും അവർക്കില്ല. അവരെയാണ് രാഹുൽ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഇത്രയും ഫോളോവേഴ്സ്. രാഹുൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അശ്വന്ത് ഗോക്കിൻ്റെ വീഡിയോനെ കണ്ട് വൈറലാണ്. അത് ഒരു 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ 100, 200, 300 കേക്ക് പോകും. അപ്പോൾ അതുപോലെ തന്നെ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അവർ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ സ്വാധീനമുള്ള ഇവർ രണ്ടുപേരുമാണ്. അതിന് ഏറ്റവും കൂടുതൽ പോകുമ്പം നമ്മളെപ്പോലുള്ള ആളുകളല്ല, അത് ഈ കുട്ടികളാണ് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. പിന്നെ ഹാർഡ് കോർ കോൺഗ്രസ്സുകാരായ ആളുകൾക്ക് രാഹുൽ ഒരു വിക്റ്റിമായിരുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. പല ലേഡീസും എന്നോട് വന്നിട്ടുണ്ട്, വിക്റ്റിമായിരുന്നു. അപ്പം പെൺപിള്ളേർ അവൻ്റെ അടുത്ത് പോയി പിന്നെ ആണുങ്ങളല്ല, കല്യാണം കഴിച്ചില്ല, അവനെ കുറ്റം വന്ന് കാര്യങ്ങളോ ചോദിച്ചു സ്ത്രീകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതാണ് രാഹുലിൻ്റെ ഒരു കാര്യം. പിന്നെ ഈ പുതിയ പിള്ളേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ റേപ്പ് ചെയ്യുന്നതോ ഒന്നും അവർക്ക് അംഗീകരിക്കില്ല. ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കയറിച്ചില്ല, അതൊന്നും അവർക്ക് അംഗീകരിക്കില്ല. പക്ഷേ രാഹുലിൻ്റെ കേസിൽ അത് ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും രാഹുലിൻ്റെ ഒരു വേർഷൻ വേറെ രീതിയിലാണ്. ഈ കുട്ടികൾ എനിക്ക് തോന്നുന്നു പലരും ആ വേർഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരൊരു ലോജിക്ക് കൂടി അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഹുലിന് ഈ ഗതി വന്ന് സതീശൻ നിലപാടെടുത്തോണ്ടാണ്. സതീശൻ ശക്തമായ നിലപാടെടുത്തോണ്ടാണ്. സതീശൻ നിലപാടെടുത്തതിന് ഗുണം ഇലക്ഷനിൽ കിട്ടേണ്ടത്. കാരണം നമ്മളെയൊക്കെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ വലിയ സംഭവമാണത്. അപ്പോൾ അവരൊക്കെ തന്നെ സതീശനത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണം അതാണ്, സതീശൻ നിലപാടുള്ള ആളാണെന്നുള്ളൊരു ഫീൽ വന്നു. പിന്നെ ഇലക്ഷന് എല്ലാവരും വോട്ട് വേണം, കുട്ടികളെ മാത്രം വോട്ട് കിട്ടിയാൽ പോലും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ മരിച്ചു പോകുമല്ലോ. നമ്മളൊക്കെ സീനിയേഴ്സ് അല്ലേ, സൂപ്പർ സീനിയേഴ്സ്. ഈ കുട്ടികളാണ് ഇനി പുതിയ ആളുകളായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ വേറെ ഒരു അഴിമതിയൊന്നും അവൻ കാണിച്ചിട്ടില്ല, അവൻ തിരിച്ചുകൊണ്ടുവന്ന് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ നേതാവായിട്ട് അവനും രാഹുൽ ഒരു ഭാഗത്ത് രാഹുൽ ഈശ്വർ, ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ, ഒരു 3 പേര് യുവത്വത്തിൻ്റെ ഫേസ് ആയിട്ട് വരും. അതുപോലെ രാഹുൽ ഇപ്പം നിരന്തരമായിട്ട് പിണറായിനെ കക്കമ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് അത് നല്ല വൈറലുമാണ്. അതെ, മറ്റു കോൺഗ്രസ്സുകാരും അങ്ങനെ ഒന്നും ഇടുന്നില്ല ഈ റെയ്ഡിനെ സംബന്ധിച്ച്. അതെ ഓരോന്നവരുണ്ട്. മാത്രമല്ല ഈ അടി കിട്ടിയിട്ടും സാധാരണ ഇങ്ങനെ അടിയൊക്കെ കിട്ടിയ ആളുകൾ ഡൗൺ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കും. അവൻ ഡൗൺ ആയിട്ട് ഇരിക്കുന്നില്ല, അവൻ വളരെ ആക്റ്റീവാണ്. അത് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു, അങ്ങനെ NSSന്റെ പരിപാടിക്ക് വന്നു. അങ്ങനെയാണ് വേറൊരു കേസും കൂടി അവൻ്റെ പേരിൽ വന്നത്. NSSന്റെ പരിപാടിക്ക് പോയി ഇങ്ങനെ നടക്കുന്നതാണ് വേറൊരു കുട്ടിക്ക്, അവൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നൊരു ഫീൽ എന്നാ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെയാണ് വേറൊരു കേസ് വന്നത്. അപ്പോൾ എന്നിട്ട് അവൻ ആക്റ്റീവാണ്. അപ്പം മറ്റുള്ള നാളെ MSFന്റെ മറ്റേ പരിപാടിക്ക് ഒരു പെമ്പിള്ളേരുടെ കൂടെ നിന്ന് പെമ്പിള്ളേർ സെൽഫി എടുത്തിട്ട് ഇട്ടത് കാണും. അപ്പം ആ രീതിയിൽ അവൻ ആക്റ്റീവ്. അവനൊരു അമ്പലമൊന്നും ഒക്കെ എടുത്തിട്ടില്ല. അവൻ എന്തായാലും ബോധ്യമുള്ളത് പോലെയാണ്. അവന് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. കോൺഗ്രസ് ഒന്നും ഉണ്ട്, സ്ത്രീകളുടെ സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ ചില ആളുകൾ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ നമ്മളെപ്പോലുള്ള ചില ആളുകൾ ചില മാനസിക രോഗമാണ്, ചികിത്സ വേണമെന്നൊക്കെ പറയും. അത് നമ്മുടെ എനിക്കൊന്ന് ബോധത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ പുതിയ പിള്ളേർക്ക് ആ ബോധമില്ല. അപ്പോൾ അതിനും ബ്രൈറ്റ് ഫ്യൂച്ചറാണുള്ളത്. പിന്നെ ഇത്തവണ മന്ത്രിയാകുകയായിരുന്നു ചിലപ്പോൾ, അത് പറ്റിയില്ല, അതൊന്നും ഡിലേ ആയി. അത് അവൻ്റെ കുടുംബത്തിന് എന്തോ ശാപമുണ്ട്. പിന്നെ അവൻ്റെ ഓയല അമ്മാവനാണല്ലോ തെന്നല. ഇവനെ പോലെ വളരെ സാത്വികനായ മനുഷ്യനാണ്. അദ്ദേഹത്തിനാകാൻ പറ്റിയിട്ടില്ല. സമയത്ത് രമേശൊക്കെയായി പോയി. ഇലക്ഷന് 100 സീറ്റ് നേടിക്കൊടുത്ത തെന്നല ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ എന്തോ ഒരു ശാപം അവരുടെ കുടുംബത്തില്ല. അത് നല്ലൊരു കണിയാനെ കണ്ടിട്ട് പ്രശ്നമൊക്കെ വെച്ച് നോക്കി പാപപരിഹാരമൊക്കെ ചെയ്താൽ മതി.
അപ്പോൾ അതാണ് അവൻ്റെ കാര്യം. പിന്നെ വേറൊരു കാര്യം അവന് നെഗറ്റീവായി എനിക്ക് തോന്നിയിട്ടില്ല. അത് അവന് നമ്മുടെ സന്ദീപ് വാര്യനൊക്കെ ഉണ്ട് പ്രശ്നം, രാഹുൽ ഈശ്വരനൊക്കെ ഉണ്ട്. സംസാരിച്ച് ലിമിറ്റ് വിട്ടങ്ങ് പോകും. വെച്ച് പ്രത്യേകിച്ച് ഒരു സന്ദീപിന് അത്ര പ്രശ്നം. സന്ദീപ് സംസാരിക്കുമ്പോൾ ഒരു ഇൻസൈൻ നമുക്ക് തോന്നില്ല, ഇത് ലിമിറ്റ് വിട്ടുപോകും. അതാണ് എടോ പിണറായി എന്നുള്ള സാധനവും. അപ്പോൾ ഞാൻ പങ്കെടുത്ത് വെച്ചാൽ ഒരു കാര്യമില്ലാതെ ഞാനും ഇവനും കൂടി ഏഷ്യാനെറ്റ് ഇരിക്കുന്നത്, ഈ നമ്മുടെ സുനന്ദ പുഷ്കർ മരിച്ച സമയത്ത് ലാല്, കൈരളിയിൽ ലാല് ഏതൊരു പിന്നെ ഇംഗ്ലീഷ് ജേർണലിസ്റ്റിനെ വിളിച്ച്, ഹിന്ദി ജേർണലിസ്റ്റിനെ ഇംഗ്ലീഷ് ജേർണലിസ്റ്റിനെ വിളിച്ചിട്ട് തല്ലിപ്പൊളി മലയാളം ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ പറയുന്നൊരു സംഭവമുണ്ട്. അത് ഭയങ്കര വേറല്ലായിരുന്നു. ഞാനവിടെ ഇരിക്കുന്നത് ഇടതുപക്ഷ നിരീക്ഷണമായിട്ടല്ല, രാഷ്ട്രീയ നിരീക്ഷണമായിട്ടാണ്. ഇവനൊരു കാര്യമില്ലാണ്ട് ഇത് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. പിന്നെ ഇവൻ കടന്ന് കുറച്ച് എന്നെ പേഴ്സണൽ അറ്റാക്ക് ഞാൻ അറ്റാക്ക് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി ഇവൻ എന്തിനാണ് അതെന്ന് അവിടെ പറഞ്ഞു എന്നുള്ളത്. അപ്പം അങ്ങനെ ലോജിക്കലല്ലാതെ ഒരു ഭ്രാന്തിൻ്റെ തലത്തിലേക്ക് ചിലപ്പോൾ അവൻ പോയിരിക്കും. അത് ഈ മാസം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് മാത്രം എടുത്ത് ആരോ ഇതിലിട്ടു അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, ഞാനിവനെന്ത് ഭ്രാന്താ പറയുന്നത് എന്ന് വിചാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനിങ്ങനെ ഇത് പറയുന്നു, ഏത് മറ്റേ നമ്മുടെ സുനന്ദ പുഷ്കറിൻ്റെ അതൊരു ലാലിൻ്റെ ഈ സാധനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ അവനുണ്ട്. അതൊരു പരിധി കിട്ടുമ്പോൾ ഈ ന്യൂ ജനറേഷൻ അതൊരു കോമഡി ആയിട്ട് മാറും. അതൊക്കെ അവസ്ഥ. അതർവൈസ് അതിലാവൻ പഠിക്കുന്ന സന്ദീപ് വാര്യരാണ്. സന്ദീപിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ സന്ദീപ് പറയുമ്പോൾ വളരെ ലോജിക്കലി സന്ദീപ് പറയും. അല്ലാതെ ഇമാതിരി വേണ്ടാത്ത എക്സാമ്പിളൊന്നും, ആവശ്യമില്ലാത്ത എക്സാമ്പിൾ അല്ല. ലാലാണ് അവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് പറഞ്ഞത് ശരിയാണ്. ഒരു ഇടതുപക്ഷം അന്തം കമ്മിയാണ് അവിടെ നിരീക്ഷകനായിരിക്കുന്നതെങ്കിൽ പറഞ്ഞത് ശരിയാണ്. ഇത് ഞാനായിട്ടൊരു ബന്ധമില്ലാത്തത്. അങ്ങനെയൊക്കെ ചില പിന്നെ അങ്ങനെയാണ് എടോ പിണറായി എന്ന് വിളിച്ചത്. ഇവിടെ നമ്മൾ രമേശ് ചെന്നിത്തലേനെയും വി ഡി സതീശനെ കാണാം. അവരാരെങ്കിലും അങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാത്രമല്ല ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കും അങ്ങനെ ഒരു അവർക്ക് പൊതുവെ റെസ്പെക്റ്റ് കൂടുതലാണ്. പൊതുവെ റെസ്പെക്റ്റ് അവർ കൂടുതലാണ്. അപ്പം അവരങ്ങനെ ആരെയും പെട്ടെന്ന് എടോ അങ്ങനെ വിളിക്കുന്ന ടൈപ്പല്ല. ഇത് കണ്ണൂർ CPM കൊണ്ടുവന്ന ശരി, അതാണ് അന്ന് അങ്ങനെ അവൻ വിളിച്ചത്. അപ്പം അങ്ങനെ ചില നെഗറ്റീവ്സ് അവനുണ്ട്. ഒരു എന്ത് ഓവറായ പ്രശ്നമാണല്ലോ. ഇപ്പോൾ ചാനലിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഓവറാകും. ഒരു ദിവസം അങ്ങനെ ആദ്യ ദിവസം ഞാൻ ഇവനല്ലേ, എനിക്ക് അത്യാവശ്യം ബോധം പേരുള്ളവരോട് കുറച്ച് ബഹുമാനമാണ്. ഇവൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആദ്യം എന്തോ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഊഴം വന്നപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെയല്ല, ഇത് ഏഷ്യാനെറ്റ് എനിക്കൊക്കെ പ്രാന്ത്, ഞാൻ വേറെ എന്തൊക്കെ ടെൻഷനിൽ നിൽക്കുക, ഞാൻ ഇത് ഇടപെട്ടു. പിന്നെ ഞാൻ സോയൊക്കെ പോകും. അപ്പം അങ്ങനെ ചില പ്രശ്നമാണ്. ഇപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് തിരിച്ചു വരാനുള്ള ഒരു സ്പേസ് ഉണ്ടോ? അല്ല, അതൊക്കെ വരും. കാരണം അവന് ആക്സെപ്റ്റൻസ് ഉണ്ട് എന്ന്. പിന്നെ അവന്റെ കേസ് ചിലപ്പോൾ നമ്മളിപ്പോൾ എൽദോസിന്റെ കേസ് ഉണ്ടല്ലേ, എൽദോസിന്റെ കേസ് തള്ളിപ്പോയില്ലേ. പാവ എൽദോസിന് MLA സ്ഥാനം മത്സരിക്കാൻ സീറ്റും കിട്ടിയില്ല. അപ്പൊ അതേപോലെ അവൻ തിരിച്ചു വരികയും ചെയ്യും. അവന് കാരണം ഈ ന്യൂ ജനറേഷന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവനങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കോടതി അവനെ കുറ്റക്കാരനാന്ന് കണ്ടെത്തും. അതിനുള്ള സാധ്യത കോടതിയുടെ കയ്യിലല്ലേ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഞാൻ കമന്റ് ചെയ്യുന്നില്ല. പക്ഷെ അവന് പൊതുവെ ആക്സെപ്റ്റൻസ് ഉണ്ട്, അത് സത്യമാണ്.